ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു 3 മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് എണ്ണ മാങ്ങ ഉണ്ടാക്കാൻ പോക്കാന്ന്. നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ലെണ്ണ ഞാൻ ഉപയോഗിക്കലില്ല. ഈ എണ്ണ മാങ്ങ ആക്കാൻ വേണ്ടി മാത്രമായിട്ട് നല്ലെണ്ണ വാങ്ങിയതാണ്. ഇങ്ങനെ അച്ചാറിന് മാത്രമേ ഞാൻ നല്ലെണ്ണ ഉപയോഗിക്കലുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. കനം കുറച്ചിട്ട് വേണം അരിയായേ. ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഈ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇത്രയും വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇത്രയും ചേർക്കുന്നുള്ളൂ. എരിവ് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ വറുത്ത് കോരണത്. ഇത്രയും കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇടുന്നുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കണം. നമ്മുടെ മാങ്ങ മൊത്തമായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കുക. ഇത് വറുത്ത് കോരേണ്ടതാണ് എണ്ണക്കകത്ത്. അതുകൊണ്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുളക് വറുത്ത ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ മാങ്ങയും വറുത്ത് കോരാൻ പോകുന്നത്. കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. ഈ നല്ലെണ്ണക്കുള്ളിൽ തന്നെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് മാങ്ങ വറുത്ത് കോരാം. ഇത് ഞാൻ കുറച്ച് എണ്ണയേ ഉള്ളൂ. അതിലേക്ക് കുറേശ്ശെ മാങ്ങ ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കലാണ്. മാങ്ങേൻ്റെ എണ്ണമയെല്ലാം പോയി. നന്നായിട്ട് കളറ് മാറാൻ പാടില്ല. മാങ്ങ ഇങ്ങനെയൊരു നല്ല മാങ്ങേൻ്റെ ആ വെള്ളം എല്ലാം പോയി കിട്ടണം. അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ വറുത്ത് കോരി എടുക്കുക. ഇപ്പം നല്ലൊരു ഇത് വറക്കാനാണ്. ഇതുണ്ടാക്കാൻ ഈ വറക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ മാങ്ങ മൊത്തം വറുത്തു. ഇതേ എണ്ണയിൽ ഈ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. നല്ല ചൂടിലാണ് ഉള്ളത്. ഞാൻ ചട്ടി മാറ്റുന്നില്ല. ഈ ചട്ടി തന്നെയാണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കടുകൊന്നും ഇടുന്നില്ല. ഇത് ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ച പൊടി. കായപ്പൊടിയും. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചെടുത്ത മുളകും കറിവേപ്പിലയും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. മാങ്ങക്ക് വറക്കുമ്പോൾ ഒന്നും ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വറുത്ത് കോരി വെച്ചിട്ടുള്ള മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക.
ഫ്ലെയിമൊന്ന് ഓണാക്കിയിട്ടുണ്ട്. നല്ലെണ്ണ അകത്ത് കിടന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കണം. ഇത് എൻ്റെ എണ്ണമാങ്ങ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ രുചിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പണ്ട് കാലത്തെല്ലാം ഒരുപാട് വർഷം കേടുകൂടാതെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഐറ്റമാണിത്. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ ഇവിടെ തീരുകയും ചെയ്യും. സൂപ്പറാണ്. ഇതുണ്ടെങ്കിൽ ശരിക്ക് ഒരു പ്ലേറ്റ് ചോറ് തിന്നാം. അത്രയും നല്ലൊരു കറിയാണ്. ഗൾഫിലേക്ക് പോകുന്നവർ, വിദേശത്തേക്ക് പോകുന്നവർക്കെല്ലാം ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഒന്നും കേടാവുമോ ഒന്നും ചെയ്യാതെ ഇരിക്കും. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നൊന്നുമില്ല. പുറത്ത് തന്നെ പണ്ടെല്ലാം ഭരണിയിൽ, എൻ്റെ ചെറുപ്പത്തിലെല്ലാം അമ്മമ്മയെല്ലാം ഉണ്ടാക്കിയിട്ട് ഭരണിയിൽ ഉണ്ടാക്കി വെക്കലുണ്ട്. ഇത് നമ്മൾ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കലുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം നമ്മൾ ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്.